എല്ലാവർക്കും നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ മാത്രമല്ല കേരള സർക്കാരിന്റെയും ഐശ്വര്യമാണ് രാഹുൽ ഗാന്ധി. ഇത്രയും കാലം കേന്ദ്രത്തിന് മാത്രം അവകാശപ്പെട്ട ഐശ്വര്യമായിരുന്നു രാഹുൽ ഗാന്ധി. ഇനി കേന്ദ്രത്തിന് മാത്രമല്ല, ഇന്നു മുതൽ കേരള സർക്കാരിന്റെയും ഐശ്വര്യമാണ് രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇത് പറയാൻ കാരണം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ ജാഥ ഇന്ന് തിരുവനന്തപുരത്ത് സമാപിച്ചു. കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിന് മൊത്തം ഈ ജാഥയായിട്ട് സതീശൻ പോന്ന് ലാസ്റ്റ് ഇന്ന് അതിന്റെ അവസാനം, അതിന്റെ സമാപനം തിരുവനന്തപുരത്തായിരുന്നു. ആ ജാഥയിലെ മുഖ്യാതിഥി രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവുമായ രാഹുൽ ഗാന്ധിയായിരുന്നു. അദ്ദേഹം ആ ജാഥയിൽ പ്രസംഗിച്ചു. ആ പ്രസംഗമൊക്കെ തർജ്ജമ ചെയ്തു കൊടുക്കുവാനായിട്ട്, മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യുവാനായിട്ട് മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് അബ്ദുൾ സമദ് സമദാനിയായിരുന്നു. നല്ലൊരു പ്രഭാഷകനാണ് അബ്ദുൾ സമദ് സമദാനി. അദ്ദേഹമായിരുന്നു അത് പരിഭാഷ ചെയ്തു കൊടുത്തിരുന്നത്. കോൺഗ്രസിലെ ആർക്കും പരിഭാഷ മലയാളത്തിലേക്ക് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തു കൊടുക്കാൻ കോൺഗ്രസിൽ ആരും ഇല്ലാഞ്ഞിട്ടാണോ മുസ്ലിം ലീഗിന്റെ ഈ സമുന്നതനായ നേതാവിനെ ഈ ഡ്യൂട്ടി ഏൽപ്പിച്ചതെന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് കേട്ടാൽ അറിയാം, ഗംഭീരമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ രാഹുൽ ഗാന്ധി ഒരു 5 ഗ്യാരണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിയെ ചതിച്ചത്, ഈ 5 ഗ്യാരണ്ടിയുടെ പേരിൽ രാഹുൽ ഗാന്ധിയെ ചതിച്ചത് കേരളത്തിലെ കോൺഗ്രസുകാരാണോ അതോ കനകോലുവാണോ എന്ന് മാത്രം അറിയില്ല. കാരണം കോൺഗ്രസിലെ ഇലക്ഷൻ വിജയിക്കാനും കാര്യങ്ങളൊക്കെ ഇപ്പൊ വർക്ക് ചെയ്യണത് കനകോലുവാണ്. അപ്പൊ ഇനി കനകോലുവാണോ ഈ ഗ്യാരണ്ടി കേരളത്തിൽ കൊണ്ട് കൊടുത്ത് രാഹുൽ ഗാന്ധിയെ ചതിച്ചത്, അതോ കേരളത്തിലെ കോൺഗ്രസുകാർ തന്നെയാണോ എന്ന് മാത്രമേ അറിയേണ്ടുള്ളൂ. കനകോലു കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ കൊടുത്ത അതേ ഗ്യാരണ്ടി ഇവിടെയും വായിപ്പിച്ചു എന്നാണ് ചിലവരൊക്കെ പറയണത്. എന്തായാലും അതിന്റെ സത്യാവസ്ഥ കോൺഗ്രസുകാർക്ക് രാഹുൽ ഗാന്ധിക്ക് മാത്രമേ അറിയുള്ളൂ, ആരാണ് ഈ പണി ചെയ്തത് എന്ന്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ: 1, KSRTC ബസ്സിൽ കേരളത്തിൽ ഇനി സ്ത്രീകൾക്ക് സൗജന്യം. 2, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ. 3, ക്ഷേമ പെൻഷൻ 3000 രൂപ ആക്കുന്നു. ഇപ്പൊ 2000 രൂപയാണ്, അത് 3000 രൂപ ആക്കണം ക്ഷേമ പെൻഷൻ. അടുത്തത്, കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും 25,000 രൂപയുടെ ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ്. 25,000 രൂപ, 25 ലക്ഷം രൂപയുടെ, 25,000 അല്ല, 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. അടുത്തത്, മുതിർന്ന പൗരന്മാർക്ക്, സീനിയർ സിറ്റിസൺ, അവർക്ക് പുതിയ ഒരു മന്ത്രാലയം. ഇങ്ങനെയാണ് 5 ഗ്യാരണ്ടികൾ രാഹുൽ ഗാന്ധിയുടെ. എന്തായാലും നല്ല കാര്യം. ഇതേപോലെ പല സംസ്ഥാനങ്ങളിലും ഗ്യാരണ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് ഗംഭീരമായിട്ട്. അതിന്റെ കൂടി ഒരു സൂചന ഞാൻ ലാസ്റ്റ് പറയാം. ആദ്യം ഈ പറഞ്ഞതില് 2 കാര്യങ്ങളും മാത്രമേ ഞാൻ ചോദിക്കണുള്ളൂ കോൺഗ്രസിനോട്. രാഹുൽ ഗാന്ധിയുടെ ഈ 5 ഗ്യാരണ്ടിയില് ബാക്കി 3 വിട്ടു. മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക മന്ത്രാലയം, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാം, അത് നല്ല കാര്യം. അത് ചിലപ്പോൾ നടപ്പായി എന്ന് വരും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം. അതിൽ 2 ഉത്തരം കോൺഗ്രസുകാരൊന്ന് തന്നാൽ വളരെ ഉപകാരമായിരുന്നു. 1, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. കേരളത്തിലെ KSRTCയിൽ ഏറ്റവും ചുരുങ്ങിയത്, പലരും പറയേണ്ട 40% വരെ സ്ത്രീകൾ യാത്ര ചെയ്യണം, ചിലവർ പറയേണ്ട 30% വരെയൊക്കെ സ്ത്രീകൾ യാത്ര ചെയ്യണ്ടേ എന്നൊക്കെ പറയണം. വേണ്ട, ഞാൻ എടുക്കുന്നത് 20% സ്ത്രീകള് KSRTCയിൽ ഒരു ദിവസം യാത്ര ചെയ്യുന്നു. ഇപ്പൊ മാസം KSRTCയുടെ ലാഭം എത്രയാണെന്നറിയോ? 2 കോടി മുതൽ 3 കോടി രൂപ വരെയാണ് ഒരു മാസം KSRTCക്ക് ഇപ്പം
ലാഭം എന്നാണ് ചില കണക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയാണ് 20% സ്ത്രീകള്, മൊത്തം യാത്രക്കാരിൽ 20% സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് വരുമ്പോഴേ ഈ കണക്ക് മനസ്സിലാക്കുമ്പോൾ KSRTC ജീവനക്കാരും അവരുടെ കുടുംബങ്ങളും കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല. കാരണം ആകെ മാസം കിട്ടാൻ പോണത് 2 കോടി മുതൽ 3 കോടി വരെയാണ് ലാഭം. അതില് 20% അടുത്ത് കയറുന്ന സ്ത്രീകൾക്ക് ഇനി സൗജന്യമാവുമ്പോൾ വീണ്ടും KSRTC നഷ്ടത്തിലാവും. ഇതിനൊരു മറുപടി തരാൻ കോൺഗ്രസുകാർക്ക് കഴിയുമോ? അടുത്തത് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. അതും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കോ അങ്ങനെയൊന്നുമല്ല, എല്ലാ കേരളീയർക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. നല്ല കാര്യം. എനിക്ക് 5 ലക്ഷം രൂപയുടെ വർഷത്തില് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്. അതില് ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും. എനിക്ക് 45 വയസ്സായി. പിന്നെ എൻ്റെ ഭാര്യ, എൻ്റെ 2 മക്കള്. ഇങ്ങനെയുള്ളവർക്കാണ് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു വർഷം ഞാൻ 13,000 രൂപ അടയ്ക്കുന്നുണ്ട് ഇതിന്. അപ്പോൾ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസിന് ഒരു വർഷം എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഒരു ഫാമിലിക്കാണ്. അത് ഓൾ ഇൻ കേരളത്തിലാണ്. കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കുമാണ് ഈ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. അപ്പോൾ 5 ലക്ഷത്തിന് 13,000 ആവുമ്പോൾ പിന്നെ അത് കുറച്ചും കൂടി ചില്ലറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും കേട്ടോ. കറക്റ്റ് ഒരു എമൗണ്ട് അല്ല, 13 സംതിങ്ങും വരണ്ടേ. അപ്പോ 25 ലക്ഷം രൂപയാവുമ്പോൾ ഇതിന്റെ 5 ഇരട്ടി. 15ക്ക് 5, ബാക്കി 1, 65,000 രൂപയുടെ മുകളിൽ ഒരു കുടുംബത്തിന് ഒരു വർഷം ചെലവാക്കണം. 65,000 രൂപയുടെ മുകളില്. അങ്ങനെ ഇത് ഇന്നോർക്കെന്നില്ല, ദാരിദ്ര്യരേഖയുടെ താഴെയുള്ളവർക്ക് മാത്രമല്ല, എല്ലാ കേരളീയർക്കുമാണ്. അപ്പൊ എത്ര കോടി രൂപ ഒരു വർഷം ഇതിനു വേണ്ടി ചെലവാക്കും? എവിടെ നിന്ന് നിങ്ങൾ ഈ ഫണ്ട് കണ്ടെടുത്തും? ഇത്രയും കോടി രൂപ എവിടെ നിന്ന് നിങ്ങൾ ഇതിന്റെ ഫണ്ട് കണ്ടെത്തും? എവിടെ നിന്ന് കൊടുക്കും? വെറുതെ ഗ്യാരന്റിന് പ്രഖ്യാപിക്കുകയല്ലേ. ആദ്യം തന്നെ സ്ത്രീകളുടെ സൗജന്യം KSRTC. അതിന്റെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇവര് ഈ സൗജന്യം സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ പുരുഷന്മാർക്ക് ചാർജ് കൂട്ടും. ഇപ്പോൾ ഉള്ളതിന്റെ ഡബിൾ ചാർജ് ആക്കാനുള്ള സാധ്യതയുണ്ട്. അത് പറഞ്ഞിട്ടില്ല, ചാർജ് വർധനവില്ലാതെ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പുരുഷന്മാർക്ക് ചാർജ് വർദ്ധിപ്പിക്കാനും ഉണ്ട്. ഇതുവരെ നടപ്പിലാക്കിയത് ഒന്ന് പറയുന്നത് കർണാടകയാണ്. കർണാടകയില് സ്ത്രീകൾക്ക് സൗജന്യമായിരുന്നു. അതില് കുറച്ചു കഴിഞ്ഞപ്പോൾ അതില് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്കായി സൗജന്യം, കൂടെ പുരുഷന്മാർക്കുള്ള ബസ് ഫെയർ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെ. പിന്നെ ക്ഷേമ പെൻഷൻ 3,000 രൂപ. 2021 ഇലക്ഷനില് നിങ്ങൾ എത്ര രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞിരുന്നത്? 6,000 രൂപ. 5 വർഷമായപ്പോഴത്തേക്ക് 3,000 രൂപ കട്ട് ചെയ്തു കോൺഗ്രസ്സുകാർ. അതൊന്നും അറിയാനുള്ള. ഈ 5 വർഷമായപ്പോഴത്തേക്കും നിങ്ങൾ 3,000 രൂപ കട്ട് ചെയ്തോ? ഇപ്പം കഴിഞ്ഞ ഇലക്ഷൻ 2021 ഇലക്ഷനില് നിങ്ങൾ 6,000 കൊടുക്കാന്ന് പറഞ്ഞു. അതിപ്പോ 3,000 ആക്കി കുറച്ചുമല്ലേ. ഇനി 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് പകുതി ആവുണ്ടാവും. 1,500 ആക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് എല്ലാവർക്കും 1,000 രൂപ വെച്ചിട്ട് മാസം. ഒരു 1,00,000 വിദ്യാർത്ഥികൾ നമ്മളെ സംസ്ഥാനത്ത് കോളേജിൽ പോകണമെങ്കിൽ എത്ര രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും? ഇതിനുള്ള ഫണ്ട് എവിടെയാ? മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വരില്ല. ഇത് കനകോലുമാണോ കോൺഗ്രസ്സുകാരാണോ ഇവരെ രാഹുൽ ഗാന്ധിയെ പറ്റിച്ചതെന്ന് അറിയില്ല. മറ്റുള്ള സ്റ്റേറ്റുകൾക്കൊക്കെ ഒരുപാട് വരുമാനങ്ങൾക്ക് സോഴ്സുകളുണ്ട്. നിങ്ങളിങ്ങനെ വാഗ്ദാനങ്ങളും ഗ്യാരണ്ടികളും നൽകാതെ ഈ കേരളത്തില് നല്ല വ്യവസായങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. ഇവിടെ നിന്ന് മറ്റുള്ള സ്റ്റേറ്റുകളിലും മറ്റുള്ള രാജ്യങ്ങളിലും പോയി അധ്വാനിക്കുന്ന ആൾക്കാരെ ഇവിടെ തന്നെ അതേ വരുമാനത്തിൽ തന്നെ ഇവിടെ തന്നെ
വർക്ക് ചെയ്യാനും കമ്പനി തുടങ്ങാനും ഉള്ളൊക്കെ സോഴ്സുകൾ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് വേണ്ടത്. ഇനി ഇവരുടെ വാഗ്ദാനങ്ങളുടെ ഒരു കഥയും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിർത്താം. കർണാടകയില് 59 വാഗ്ദാനങ്ങൾ ഇവർ പറഞ്ഞിട്ട്, കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ട് വെറും നടപ്പിലാക്കിയത് എത്രയാണെന്നറിയോ? 2 എണ്ണം. പിന്നെ ഹിമാചലില് കോൺഗ്രസ് ഒരു ഗംഭീര വാഗ്ദാനം നൽകിയിരുന്നു. 2 രൂപയ്ക്ക് പശുവിന്റെ ചാണകം, അവിടെ പശു ഇടുന്ന ചാണകം, അത് നിങ്ങൾ അവിടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കിലോയ്ക്ക് 2 രൂപയ്ക്ക് അവിടെ സർക്കാർ അത് സ്വീകരിച്ചു കൊണ്ടുപോകും. അതുപോലെ തന്നെ പാലിന് ലിറ്ററിന് 100 രൂപയ്ക്ക് വാങ്ങുമെന്നാണ് അവിടെ കൊടുത്തിരുന്ന, ഹിമാചലിൽ കൊടുത്തിരുന്ന ഒരു വാഗ്ദാനം. ചാണകത്തിന് 2 രൂപയും പാലിന് 100 രൂപയും. പക്ഷെ അവിടെ അധികാരത്തിലെത്തിയിട്ട് അവിടുത്തെ കർഷകരൊക്കെ ചാണകം, കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ മുതൽ ചാണകം സ്വരൂപിച്ചു വെച്ചിരിക്കുക. അവര് തെങ്ങിനോടണില്ല, വയലിനോടണില്ല, ഒന്നിനും ഇടാതെ. കാരണം 2 രൂപ കിലോയ്ക്ക് വെച്ചിട്ട് ഇപ്പൊ സർക്കാർ കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് അവരെ എടുത്തു വെച്ചിരിക്കുക. ഒരു സർക്കാരും അവിടെ നിന്ന് ചാണകം കൊണ്ടുപോകാൻ വന്നിട്ടില്ല. അതാണ് അവിടുത്തെ സ്ഥിതി. പാലും വാങ്ങാൻ വന്നിട്ടില്ല, ചാണകവും വാങ്ങാൻ വന്നിട്ടില്ല. ഇതാണ് കോൺഗ്രസ് ഭരിക്കുന്ന 2 വാഗ്ദാനങ്ങളുടെ സ്ഥിതി. കർണാടകയിൽ 59 വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് വെറും 2 എണ്ണേ നടപ്പിലാക്കിയുള്ളൂ. അതിലെ ബസ്സിന്റെ കാര്യം പറയാലോ. അവിടെ ആദ്യം എല്ലാ സ്ത്രീകൾക്കും പറഞ്ഞു, പിന്നെ അത് മാറ്റി എന്താ പറയുക, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കേതാക്കി, പിന്നെ പുരുഷന്മാരുടെ ചാർജ് കൂട്ടുകയും ചെയ്തു. ഹിമാചലില് ഗംഭീരമായ വാഗ്ദാനമായിരുന്നു. 2 രൂപയ്ക്ക് കിലോ ചാണകം എടുക്കും, 100 രൂപയ്ക്ക് പാലും പശുവും പാലും എടുക്കുന്നു പറഞ്ഞു. ഭരണം കിട്ടിയിട്ട് ആരും ആ വഴിക്ക് പോയിട്ടേ ഇല്ല. അതുകൊണ്ട് കേന്ദ്രത്തിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ഒക്കെ ഐശ്വര്യമായ രാഹുൽ ഗാന്ധിയെ പറ്റിച്ചത് കോൺഗ്രസ്സുകാരാണോ കനകോലുവാണോ എന്ന് മാത്രം അറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം.